അക്ഷയ ഒന്ന് കാണാൻ വന്നതാ. അക്ഷയ ഒന്ന് വിളിക്കോ? അക്ഷയ ആരാന്നറിയാലോ? ഇത് ഞാൻ ആരാന്നറിയാലോ? അതെ, ഇത് എന്റെ വീടാണെന്ന് അറിയാലോ? അറിയാം. അക്ഷയ എന്ന് പറയുന്നത് എന്റെ മകളാണെന്നും അറിയാലോ? അറിയാം. അപ്പൊ കാര്യം എന്താണെന്ന് എന്നോട് പറഞ്ഞാൽ മതി. അല്ല, അത് ഞാൻ ആ കുട്ടിയോട് തന്നെ പറയാം. ഒന്ന് വിളിക്ക്. എൻ്റെ പൂരാടം, നീ കിടന്ന് ഒരുപാട് കളിക്കല്ലേ. അക്ഷയ എന്ന് പറയണത് എൻ്റെ മോള്. അവളോട് കാര്യം പറയണത് നീ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അവളോട് പറഞ്ഞോളാം കേട്ടാ. എനിക്ക് നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല. വെറുതെ എന്തിനാ ഇങ്ങനെ തർക്കിക്കുന്നേ? ഞാൻ ആ കുട്ടിയെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ വന്നതാ. ഓ, അത് ശരി. അത് ശരി. ആ ലിസ്റ്റ് ഇവിടെ ചേർക്കാൻ നിൽക്കണ്ട, വെറുതെ പണി മേടിക്കാൻ നിൽക്കല്ലേ. ചെല്ലേ ആണെങ്കിലും കൂട്ടി പാന്നോ. ഈ വോട്ടേഴ്സ് ലിസ്റ്റ് നമുക്ക് അറിഞ്ഞൂടാത്തതാണല്ലോ. അതെന്താ സംഭവം? അത് കൊള്ളാം. ഓഹോ, എന്തായാലും മോളെ ഒന്ന് വിളിക്ക്. അത് വിളിക്കേണ്ട കാര്യമല്ല. അവള് ആർക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം, അവൾക്കും അറിയാം. അത് അങ്ങനെ ചെയ്യുള്ളൂ. നീ വെറുതെ എവിടെ നിന്ന് ചൊറിയാതെ നീ പോവാൻ നോക്ക് പൂരാടം. ക്ലിറ്റോ, എനിക്ക് നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് നിന്നോട് സംസാരിക്കാനുമില്ല. മോളെ ഒന്ന് വിളിക്ക്. എനിക്കും എൻ്റെ മോക്കും നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. പിന്നെ എൻ്റെ മോൾ ആരോട് സംസാരിക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഒരാടാ വിട്ടുപിടി, വേറെ വീട്ടിൽ പോയി പടം കാണിച്ചാൽ ഇവിടെ പറ്റത്തില്ല കേട്ടോ. ആണെങ്കിലും കൂട്ടി പാന്നോ. നിന്റെ ടീമുകളുമായിട്ട് മോളെ, ഞങ്ങൾ വന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ വേണ്ടിയിട്ടേ. ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞവരെല്ലാം ചേർത്തോണ്ടിരിക്കുവല്ലേ. അപ്പൊ മോളുടെ പേരൂടെ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാ. എടേ പൂരാടം, നീ എന്ത് പിടിയാണെടേ. ഞാൻ DDT പാർട്ടി എല്ലാമായ ഒരാളാണ്. എൻ്റെ ശരീരത്തിൽ ഓടുന്നത് DDT ചോരയാണ്. ഇത് എൻ്റെ ചോരയാണ് ഈ ചോര. എവളുടെ ശരീരത്തിൽ ഓടുന്ന ചോരയിലും DDT ആണ്. പിന്നെ നീ എന്ത് മോളെ, ഇത് ഗ്ലിറ്റോ പറയുന്നവളെ നിൽക്കട്ടെ. വെറുതെ വോട്ട് പാഴാക്കി കളയരുത്. ആദ്യത്തെ വോട്ടാണ്. നന്നായി പ്രവർത്തിക്കുന്ന പാർട്ടിക്കാരാരാണെന്ന് വെച്ചാൽ അവർക്ക് വോട്ട് ചെയ്യുക. അതാണ് നല്ലത്. അല്ല, ഡാഡിയുടെ DDT പാർട്ടി ആയതുകൊണ്ട് അങ്ങനെയൊന്നുമല്ലേ. ഏത് പാർട്ടിയാണോ നല്ലോണം പ്രവർത്തിക്കണം അത് നോക്കിയിട്ട് അങ്ങനെ ഇടുന്നൊക്കെ പറഞ്ഞിരിക്കുക. അത് മതി, അങ്ങനെ തന്നെ പ്രവർത്തിക്കണം. ഇപ്പൊ നമുക്ക് എന്നാണ് ഈ വോട്ട്. അപ്പൊ നേതാവേ, ബൈ, നമുക്ക് കാണാം. എന്തൊരു വർത്താനം പറഞ്ഞേ? ഡാഡി ഇങ്ങനെ വിളിക്കുമ്പോഴാണോ DDT പാർട്ടി നിലവാരമുള്ളത് നോക്കണമെന്നൊക്കെ പറയുന്നത്? ഞാനെന്താ പറഞ്ഞു? ഡാഡി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും വർഷമായിട്ട് ഞാൻ ക്ലീറ്റോ ചേട്ടനോട് മറുത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടാ? ഈ മുത്തിലിതൻ അല്ല, ചിലപ്പോ അറിയാതെ വായിന്ന് വീണതായിരിക്കും. അതേന്നേ, അവൾ അറിഞ്ഞോണ്ട് പറയോ? അതിന് എന്തിനീ ക്ലീറ്റോ ഇങ്ങനെ ഇരുന്ന് വ്യസനിക്കണത്? എനിക്കെന്ത് വിഷമം? ക്ലീറ്റോ അത് പോട്ടെ, വിട്ടുകള ക്ലീറ്റോ ചേട്ടൻ. കൊച്ചല്ലേ? അവൾ കൊച്ചല്ല, അവള് വലുതായല്ലോ. ഇപ്പൊ വലിയ കുട്ടിയായി. ഇതിന് മാത്രം ഇവിടെ എന്ത് സംഭവിച്ചെന്നാ എനിക്ക് അറിഞ്ഞൂടാ. ഈ പൂരാടത്തിന്റെ സ്വഭാവം മറ്റാരേക്കാളും അച്ചമ്മയ്ക്ക് അറിയാമല്ലോ. അത് തന്നെ. അവളത് മനസ്സിലാക്കിയില്ല, അത്രേ ഉള്ളു. അത്രേ ഉള്ളു. അത് വിട്ടുകള ക്ലീറ്റോ. എന്നാലും അയാള് നമ്മുടെ കുടുംബത്തേർ കാണിച്ച പണിയുണ്ടല്ലോ, അത് ശരിയായില്ല. എന്നാലും എന്റെ മോളെ ക്ലീറ്റോ മതി. ഇതേ നിർത്തിക്കേ, ഉടുപ്പൊക്കെ മാറ്റിയിട്ടൊന്ന് വന്ന് കുളിച്ചെന്തേലും കഴിക്കാൻ നോക്കിക്കേ. വന്നേ, വാ 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 വാ. അവക്ക് നല്ല വിഷമമുണ്ട്. ഇപ്പോഴാണ് അവിടെ ശരിക്കും പറഞ്ഞത് ഇതിന്റെ ഗൗരവം മനസ്സിലായത്. അവിടെ വിഷമിച്ചിരിക്കുക. അവിടെ നമ്പർ വിളിച്ചോണ്ട് വരട്ടെ അവളെ. കുഴപ്പമില്ല, അവള് അറിയാതെ പറഞ്ഞായിരിക്കും. ആണല്ലോ, അതങ്ങ് വിശ്വസിക്ക്. അറിയാതെ പറഞ്ഞു. എന്നാലും ഇങ്ങനെ പൂരാടത്തിൻ്റെ അയാൾ ആര് വകവെക്കുന്നല്ലെങ്കിൽ അത് തന്നെ. ക്ലീറ്റിങ് വന്നേ, ഉടുപ്പ് മാറിയിട്ട് കുളിച്ചിട്ടോ. ഞാൻ റോഡ് വരെ പോയിട്ട് വരാം. അതെ, ഈ പോക്ക് ശരിയല്ല. വിടരുത്. ഇതിങ്ങനെ പൂരാടത്തിന് കലിപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് പോവാ. ചുമ്മാ ആവശ്യമില്ലാതെ. പൂരാടം എന്നോടൊന്നും ചെയ്തില്ലല്ലോ. എന്നോട് കാണിച്ച എന്റെ മോളല്ലേ. ഞാൻ പോയിട്ട് വരാം. വേണ്ട ക്ലീറ്റോ ചേട്ടാ, കുഴപ്പമില്ല, ഞാൻ പോയിട്ട് വരാൻ. വഴക്കൊന്നും പിടിക്കല്ലേ. തകർന്നു പോവാണ്, തകർന്ന തരിപ്പണായിട്ട്. അവളെന്ത് ചേച്ചി? ഞാൻ ശരിയാക്കട്ടെ. നീ അതിന്റെ